ശ്രീത്ത്, ഈ തമിഴ്നാട്ടിലെ പ്രശ്നങ്ങൾ നിരവധിയായി തീർന്നിരിക്കുകയാണ്. അവിടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായി, അതിനെ ചൊല്ലിയുള്ള വലിയ പ്രക്ഷോഭമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP രംഗത്ത് നിൽക്കുകയാണ്. അണ്ണാമലയുടെ ശക്തമായ പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്തു. ഇപ്പോൾ നടി, അതായത് MP കൂടിയായിട്ടുള്ള ഖുശ്ബുവും രംഗത്തുണ്ട്. ഖുശ്ബുവിനെ അറസ്റ്റ് ചെയ്യുക വരെ ചെയ്തു. ഇപ്പോഴുള്ള പുതിയ വിവരങ്ങൾ നമുക്ക് ഏത് തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്? എന്തായാലും ഈ അണ്ണാ സർവകലാശാലയിൽ സംഭവിച്ച പീഡനവുമായി ബന്ധപ്പെട്ട് DMK വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ പെട്ടൊരവസ്ഥയാണ്. കാരണം സ്റ്റാലിനെല്ലാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൗനം തുടരുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ്. അത്രത്തോളം ആയിരുന്നു ഇതിൽ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ തമിഴ്നാട്ടിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായത്, പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. BJP ഇത് വലിയ രീതിയിൽ തന്നെ ദേശീയ തലത്തിൽ വരെ ചർച്ചയാക്കുന്ന രീതിയിലേക്ക് ഈ പ്രതിഷേധം മാറ്റിയിട്ടുണ്ട്. പ്രധാനമായി നമുക്കറിയാം, ഇപ്പോൾ അണ്ണാമലയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ അവിടെ ഈ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഒരു 450 കിലോമീറ്ററോളം കാൽനടയായിട്ടുള്ള സമരമുണ്ടായിരുന്നു. അത് മധുരയിൽ നിന്ന് ആരംഭിക്കുന്നതിനിടയിലാണ് ഈ DMK സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഖുശ്ബുവിനെ ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് ഖുശ്ബു, ചലച്ചിത്ര താരമാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ BJPയുടെ തന്നെ ദേശീയ മഹിളാ മോർച്ചയുടെ ദേശീയ പ്രസിഡന്റിനെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അതിനെതിരെയാണ് പല വിവാദങ്ങളും ഉയർന്നു വന്നത്. കാരണം ഈ ഖുശ്ബുവിനെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് ഈ കൊണ്ടുപോയത് ഒരു ആടുകളെയെല്ലാം പാർപ്പിക്കുന്ന ഒരു കെട്ടിടത്തിന്, ഒരു ഓഡിറ്റോറിയത്തിന് സമീപമാണ് ഇത്തരത്തിൽ ഈ ഖുശ്ബുവിനെയും മറ്റ് വനിതാ നേതാക്കളെയും പാർപ്പിച്ചതെന്നാണ് വലിയ രീതിയിലുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് മനുഷ്യത്വപരമായ നടപടിയല്ലെന്നാണ് BJP നേതാവ് അണ്ണാമല ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു പീഡനം സംഭവിച്ചു. അതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോഴാണ് അണ്ണാ DMKയുടെ ഭാഗത്തു നിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും നാം ഈ മമതാ ബാനർജി, ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടുള്ളത്. കാരണം അവർ തുടർച്ചയായി അവിടെ അധികാരത്തിൽ വരികയാണ്. അങ്ങനെ തുടർച്ചയായി തന്നെ അധികാരത്തിൽ വരുമ്പോൾ ഒരു ഹുങ്കോ അധികാരമോ ഈ അധികാരവർഗത്തെ പിടികൂടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു നാം DMKയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കാണുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു സീറ്റ് പോലും അവിടെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ഈ സ്റ്റാലിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വീണ്ടും ഒരു പ്രതീക്ഷയാണ്. തങ്ങൾ എന്തെല്ലാം ചെയ്താലും 2026 തങ്ങൾ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന ധാരണ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ നിരീക്ഷകരും അത്തരത്തിലാണ് കാണുന്നത്. തമിഴ്നാടിനും കേരളത്തിനോടൊപ്പമാണ് തമിഴ്നാട്ടിൽ 2026 ഇലക്ഷൻ നടക്കുന്നത്. നാം 2024 ഇലക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത DMKക്ക് തന്നെയാണ്. വീണ്ടും സ്റ്റാലിൻ തന്നെ മുഖ്യമന്ത്രിയാകും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രതീക്ഷ കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിനെ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഴിമതി കേസിൽ ജയിലിലായിരുന്ന ബാലാജി ഉൾപ്പെടെയുള്ളവരെ, അഴിമതിക്കാർ രാജിവെക്കുകയോ മറ്റു പുറത്തു പോവുകയോ ചെയ്തവരെ ഉൾപ്പെടെ വീണ്ടും തിരിച്ചെത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വിവാദങ്ങൾ നിറഞ്ഞതും ഈ അധികാര ഹുങ്കിൻ്റെ ഭാഗമായുമാണ് ഇപ്പോൾ DMK മുന്നോട്ട് പോകുന്നത്. നാം ആ പീഡനത്തിലേക്ക് വരികയാണെങ്കിൽ ആ ക്രിസ്മസ് ദിവസമായിരുന്നു ഇത്തരം ഈ ചെന്നൈയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് അണ്ണാ സർവകലാശാല. അവിടെ ഈ പള്ളിയിൽ പോയ ശേഷം സുഹൃത്തിനോടൊപ്പം തന്നെ ഈ തൻ്റെ കോളേജിലേക്ക് തിരിച്ചു വരുന്ന കുട്ടിയാണ് അവിടെ ബിരിയാണി വിൽപ്പന നടത്തുന്ന ഒരാൾ ഈ സുഹൃത്തിനെ മർദ്ദിക്കുകയും അതിനുശേഷം ഈ പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും ഈ പെൺകുട്ടിയെ വലിച്ച് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ആ പീഡന ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനിയും തൻ്റെ അടുത്ത് വരണമെന്ന രീതിയിലുള്ള ആ ഭീഷണിയിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ബിരിയാണി വിൽക്കുന്ന ആ പ്രതി ഈ DMKയുടെ ഒരു പ്രവർത്തകനാണ്, DMKയുടെ സജീവ പ്രവർത്തകനുമാണ്. അതോടൊപ്പം തന്നെ ഈ അണ്ണാമല ചില ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു. കാരണം ഈ പ്രതിയും ഉദയനിധി സ്റ്റാലിൻ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായി നിൽക്കുന്ന ചില ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ അവിടെ പുറത്തുവിട്ടിരുന്നു.
ആ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധം കൂടുതൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് അണ്ണാമലയെ പോയി മാത്രമല്ല വിജയും ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. വിജയ് ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് തമിഴ്നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും തുറന്ന കത്തെഴുതിയാണ് വിജയ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുക, ഇതിനെതിരെ കൃത്യമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ ഗവർണറെയും വിജയ് നേരിട്ട് കണ്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് വിജയുടെ പാർട്ടി പ്രവർത്തകർ അവിടെ ചെന്നൈ നഗരത്തിൽ തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ വിജയുടെ ജനറൽ സെക്രട്ടറിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. വിജയുടെ പാർട്ടിയും അതോടൊപ്പം തന്നെ അണ്ണാമലയുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം. അണ്ണാമലയെ വലിയ സജീവമായി തന്നെ ഈ വിഷയം രംഗത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നാം കണ്ടായിരുന്നു. കാരണം 48 ദിവസം ഇനി വ്രതമാണ്. കാരണം ഇതിനെതിരെ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്രതം നോക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനെതിരെ സ്വന്തം ശരീരം ചാട്ടവാർ കൊണ്ടടിച്ച് വേദനിപ്പിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ചെരുപ്പ് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് DMK സർക്കാരിനെ താഴെ ഇറക്കാതെ താൻ ചെരുപ്പിടില്ലെന്ന ഒരു ശബ്ദവും അണ്ണാമല എടുത്തിട്ടുണ്ട്. അണ്ണാമല ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടാണ് അവിടെ മത്സരിച്ചത്. പക്ഷെ ആ രീതിയിലേക്ക് ഉയർന്നു വരാനോ അവിടെ ഒരു സീറ്റ് വിജയിക്കുവാനോ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം തുടർ പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് അവിടെ പോയി ചില കോഴ്സുകൾ അവിടെ ഒരു കോളേജിൽ പോയി കോഴ്സുകൾ പഠിച്ച ശേഷം അദ്ദേഹം തിരികെ വന്നപ്പോഴാണ് ഇത്തരം സംഭവം ഉണ്ടായത്. ഈ സംഭവം അദ്ദേഹം കൃത്യമായി തന്നെ മുതലെടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായി അദ്ദേഹം മുതലാക്കുമ്പോഴും അവിടെ വിജയും മറുഭാഗത്ത് നിന്ന് ഇത് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഇങ്ങനെ ഒരു വിദ്യാർത്ഥി, കോളേജിലെ വിദ്യാർത്ഥി പീഡനം ഏറ്റുവാങ്ങി അതിനെതിരെ പ്രതിഷേധിച്ച ഒരു ചലച്ചിത്ര താരത്തെ തന്നെ ഇങ്ങനെ ക്രൂരമായി അറസ്റ്റ് ചെയ്യുകയും ഒരു ആടുകളെ പാർപ്പിക്കുന്ന സ്ഥലത്തെത്തിച്ച് അങ്ങനെ നീതിപരമായ ഒരു നടപടിയല്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ അവിടെ വ്യാപകമായി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. അണ്ണാമല ഇതിനെതിരെ കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ പാർട്ടികൾ ഇത് ഏറ്റെടുത്ത് പ്രതിഷേധം ശക്തമാക്കുകയാണ്. നാം പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ഇത്തരം പ്രക്ഷോഭങ്ങൾ സർക്കാരിനെ തന്നെ വീഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്തും എറണാകുളത്ത് പെരുമ്പാവൂരിൽ ഒരു പീഡനം ഉണ്ടായിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടി സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അന്ന് അങ്ങനെ മുഖ്യമന്ത്രി LDF സർക്കാർ അങ്ങനെ പറഞ്ഞാണല്ലോ വോട്ട് നേടിയത്. അന്ന് പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ പ്രതിയെ തങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞ് വോട്ട് നേടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് നാം പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇത്തരം പീഡന ശ്രമങ്ങൾ സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കും. അങ്ങനെ പ്രതികൾക്ക് അനുകൂലമായി നടപടിയെടുക്കുകയോ പ്രതികൾക്ക് അനുകൂലമായി സംസാരിക്കുകയോ ചെയ്യുന്നവരെ തുടർച്ചയായി തന്നെ ജനങ്ങൾ തോൽപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവസാന ഘട്ടമെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ 2026 അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും. ഇപ്പോൾ ആ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇത്തരം അനാവശ്യമായി ഉണ്ടാകുന്ന വിവാദങ്ങൾ ആ പാർട്ടിയെ 2026 നിന്നും അധികാരത്തിൽ നിന്നും തൂത്തെറിയാനുള്ളൊരു സാഹചര്യം ഇവർ തന്നെ ഉണ്ടാക്കി വയ്ക്കുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.